ഹലോ അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ, എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാക്കണേ, നമ്മളെ സാനട്ട മദ്രസക്ക് പോകാണ് കേട്ടോ. ഓന് രാവിലെ 6 മണിക്കാണ് മദ്രസ്. പിന്നെ ഓന് ചായയൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെറുകടിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കൂട്ടോ. ഇനി ഒരു 7:15 ആകുമ്പോഴത്തേന് വരും. അങ്ങനെ നമ്മൾ എന്താട്ടും ആദ്യം ഓനൊരു ഗ്ലാസ് ചായക്ക് വെള്ളം വെച്ച് അത് തിളപ്പിച്ചിട്ട് കൊടുക്കട്ടോ. പിന്നെ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ എന്താട്ടും കുറച്ച് കഴിഞ്ഞിട്ടാണ് വെക്കൽ കേട്ടോ. അങ്ങനെ ഇതാക്കണേ, ചായക്കൊക്കെ വെള്ളം വെച്ച് നമുക്കിന്ന് ചായക്ക് കടി ഉണ്ടാക്കണത് ചീയപ്പാണ് കേട്ടോ. അപ്പം മിഞ്ഞാന്നൊരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ, അനക്കെന്നും ഈ അപ്പം അല്ലെങ്കിൽ പുട്ട്, ഈ ചൊന്തൊരു വർത്താനം അവളെ ഈ പറയണത്. ഞാൻ വെറും അപ്പം പുട്ട് മാത്രം ഉണ്ടാക്കൽ, ഇത് വല്ലാത്ത സാധനമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കലില്ലടി, എത്തൊക്കെ ഉണ്ടാക്കലുണ്ട്. ഞാൻ നാളെ മസാല ദോശ ഉണ്ടാക്കിയില്ലേ, പൂരി ഉണ്ടാക്കിയില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കലില്ലേ, പിന്നെ ചറ്റപ്പുട്ട് ഉണ്ടാക്കിയിട്ടില്ലേ ഇനിയോ, പിന്നെപ്പം എന്തൊരു കടിയാണ്, മസാല ദോശ പറഞ്ഞോ. പിന്നെപ്പം ഏത് കടിയാണ് ഇപ്പം ഉള്ളത്? ഗോതമ്പ് ഉണ്ടാക്കലുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കലുണ്ട്, പൂരി ഉണ്ടാക്കലുണ്ട്. ഈ കടിയൊക്കെ അവളെ ഞാൻ ഉണ്ടാക്കലില്ല. പിന്നെ എന്തൊരു വർത്താനാജ് പറയണത് പിന്നെ ഇജ്ജേ, ഞാൻ ഈ പുട്ടും ഈ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം വെച്ച് കാണുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് എന്നും ഈ അപ്പം പുട്ടാണെന്നുള്ളത്. ഇജിൻ്റെ വീഡിയോ ആദ്യത്തെ ഒക്കെ ഒന്ന് എടുത്ത് നോക്കേണ്ടി. എന്നും പുട്ടാണോ എന്നും അപ്പാണോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്ക് ഇവളെ. ഞാനൊരു തമാശ പറഞ്ഞാണ് കേട്ടോ. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല, ശരി തന്നെയാണ് ഇജ് പറഞ്ഞത്. പുട്ടും അല്ലെങ്കിൽ അപ്പം അല്ലേ. നമുക്ക് ഉയർന്നപ്പം നല്ല സുഖമാണ് കേട്ടോ. അന്തിക്കാണ്ട് അരച്ചാൽ രാവിലെ നീച്ച നിങ്ങൾ ചുട്ടാൽ മതിയല്ലോ, പണിയെടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഉയർന്ന് ഇട്ടുകാണ്ട് വേഗം അരച്ചാൽ നല്ല സുഖമാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. ഇന്നിപ്പോൾ ഏതായാലും ചീയപ്പം തന്നെയാണ്. ചീയപ്പം പറയാൻ പറഞ്ഞു. ചീയപ്പോ എന്നും തന്നെയാക്കാരല്ലേ. ഇത് പറഞ്ഞത് ശരി തന്നെയാണ്, എന്നെ കുറ്റം പറയാനൊന്നും പറ്റൂല. അപ്പോൾ ഇഞ്ചെടുത്താണ് തെറ്റ് ഞാൻ മനസ്സിലാക്കി, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു കടി നേരം പൊളിക്കുമ്പോൾ കുത്തിക്കൂട്ടി ഉണ്ടാക്കണ്ടേ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അതാക്കണേ, അരിയൊക്കെ അരച്ച് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കലക്കി കൊടുത്തുക്കണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കമ്മി ഉണ്ട് കേട്ടോ. ഇത് വെള്ളം പാകം അല്ലെങ്കിൽ ഈ നീർദോശയാണല്ലത് നമ്മൾ ചീയപ്പം എന്ന് പറയുന്നത്. അതൊരു കട്ടില്ലാത്ത അപ്പാണല്ലോ. അപ്പോൾ മാവ് ഒന്ന് ടൈറ്റായി കിടന്നാൽ അപ്പം നല്ല കട്ടികരം, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ തിന്നാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്ന് കാണാൻ ഒന്ന് ലൂസാക്കി എടുത്ത് കണ്ട് നമുക്ക് ചുട്ടോക്കാം. അങ്ങനെ ഇതാക്കണേ, നമ്മൾ ചീയപ്പം ചൂടാൻ വേണ്ടി അടുപ്പ് തിരിച്ചൊക്കെ ഒന്ന് കത്തിച്ചെടുക്കട്ടെ. അതിന് വെണ്ണൂറൊക്കെ വാരി നമ്മളെന്താ ചെയ്യും വിറകൊക്കെ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഇന്ന് വെണ്ണൂറ് വാരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒരു 10-16 മിനിറ്റ് ഉണ്ട്. എന്നും ഞാനൊരു 10 മിനിറ്റുമ്മേ നിർത്തലുണ്ട്, അല്ലെങ്കിൽ 13 മിനിറ്റ്. ഇന്നൊരു 16 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അങ്ങനെ കുത്തി കലക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതേ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്നില്ല ഒരു ഉറപ്പുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ മെനക്കെടിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണ്ടേ. അപ്പം ഇതാക്കണ്, നമ്മൾ അപ്പം ചൂടാനുള്ള ചട്ടിയൊക്കെ വെച്ചിക്കണം കേട്ടോ. അപ്പം ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിനും നല്ല പണി തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കണം, നടക്കണീലെ നമ്മൾ ഈ ഫോണും കൊണ്ട് നടക്കണം. പിന്നെ ഇതൊക്കെ പാടെടുത്തിട്ടൊക്കെ ഒന്ന് ഒരുക്കൂട്ടി വെച്ചിട്ട് വെട്ടി ചെറുതാക്കാലോടത്തൊക്കെ വെട്ടി ചെറുതാക്കി വീഡിയോ ഒരു പാകത്തിനാക്കി, അതൊക്കെ നല്ല മെനക്കെട് തന്നെയാണ് മക്കളെ. നമ്മൾ വിചാരിച്ചും എത്താപ്പോൾ ഇത് വീഡിയോ എടുത്ത് കാണാൻ അങ്ങനെ ഇട്ടാൽ പോരട്ടോ. ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടില്ല ഗതികേടുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ തുടങ്ങിയില്ലേ, അങ്ങനെയുണ്ട്. ഒന്നരാടാണെങ്കിൽ ഒന്നരാടൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പോവുക അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണമെന്നപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും ചായക്കച്ച വെള്ളത്തിൽ ചായപ്പണിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ സനുവിന് കാച്ചി കുറച്ച് ചായ ബാക്കിയുണ്ടായിരുന്നു. അത് തണുത്തപ്പം ഞാൻ കുറച്ച് ചൂടുള്ള ചായയും കുറച്ച് തണുത്ത ചായയും പാർന്നിട്ട്
നമുക്ക് അത് കുടിച്ചും ചെജ്ജാം, ഒരു അപ്പം കടിച്ചു കൂട്ടും ചെജ്ജാം, പിന്നെ ആ കട്ടൻ ചായ കുടിച്ചും ചെജ്ജാം കേട്ടോ. ഞാൻ പറയലുണ്ട് ഈ ഒരു കട്ടൻ ചായ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയേടാണ് എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതാക്കണ് അപ്പം ചൂടാൻ വേണ്ടി ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിക്കണ്. അപ്പം നമുക്കൊരു ചകിരിയും കൂടി വെച്ച് കൊടുത്ത് നോക്കാം. ഈ അപ്പം ചൂടുമ്പോൾ ചട്ടി നല്ലോണം ചൂടാകണം, എന്നെങ്കിലേ അപ്പം ശരിയാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നന്നാവില്ല. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ശരിക്കിന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടായിക്കണമെന്ന് കരുതി നമ്മൾ ഇതാക്കണേ എണ്ണയൊക്കെ ഒന്ന് തേച്ച് നോക്കിയിട്ടോ. അപ്പോൾ ആ ഭാഗത്തും നടുക്കും മാത്രമേ ചട്ടി ചൂടായിട്ടുള്ളേ. അപ്പോൾ ഈ ഇങ്ങേ പുറത്ത് ചട്ടി ചൂടായിട്ടില്ല. അപ്പോൾ ഈ അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അങ്ങേ സൈഡിൽ നല്ല ചൂടായി ചെയ്ത്, ഇങ്ങേ സൈഡിൽ ചൂടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അപ്പം ശരിയായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണേ രണ്ടാമത്തെ അപ്പം ചൂടാൻ വേണ്ടി പിന്നെ നല്ലോണം തിരിച്ച് കത്തിച്ചിട്ടാണ് പാർന്ന് വെക്കുമ്പോൾ ഈ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. ഇങ്ങനെയാണ് അപ്പം കിട്ടേണ്ടത്, നമ്മളെ ചീയപ്പം ഇങ്ങനെയാണ് മാണ്ടിയത് കേട്ടോ. അങ്ങനെ ഇതാക്കണേ രണ്ടാമത്തെ അപ്പം പാർന്ന്. അപ്പോൾ ആദ്യത്തെ അപ്പം ഞാൻ എന്തായാലും കടിച്ചുട്ടി തിന്നുകാണ്ട് ബാക്കിയില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ. കടിൻ്റെ ചാറല്ല, അതിങ്ങനെ ഒരു വരട്ടിക്കാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിട്ട് കുറേ ദിവസമായിക്കാണ് പറയുന്നത് കേട്ടോ, പച്ചക്കടല മുട്ടയൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ, രസമാണ് കേട്ടോ, മക്കൾ തിന്നോളും. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കേകി തലേന്ന് തന്നെ വെള്ളത്തിലിടണം കേട്ടോ, എന്നെങ്കിലേ വേഗുള്ളൂ. പിന്നെ പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ട് വെന്തതിന് ശേഷം നല്ലോണം വെന്തിങ്ങോട്ട് ഉടയാൻ പാടില്ല കേട്ടോ. ഇത് നമ്മളെ അയലോകത്തെ ഒരു കുട്ടി നമുക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. ഓളൊരു തുള്ളി നമുക്ക് തന്നീനി, അതാണെങ്കിൽ നമ്മളെ മക്കൾക്ക് പെരുത്ത് ഇഷ്ടമായും ചെയ്തീനി കേട്ടോ. അന്ന് തുടങ്ങിയതാണ് നമ്മളെ മക്കൾ പറയണം അമ്മ ഉണ്ടാക്കി തരുമോ എന്നുള്ളത്. അന്നൊരു ദിവസം ഉണ്ടാക്കി കൊടുത്തീനി, ഒരട്ടം ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ മക്കൾക്ക് പിന്നെയും വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്താ പറയുക, എൻ്റെ മക്കൾ ഗ്രീൻ പീസ് തിന്നാത്ത മക്കളിപ്പം ഗ്രീൻ പീസ് തിന്നുണ്ണിയാളെ, അതും നമ്മളെ അയലോകത്തെ കുട്ടിക്കാരനാണ്. അപ്പോൾ ഏതായാലും ഓളാണ് ഞമ്മക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്തോളേണ്ടി താത്ത, നല്ല രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളടുത്ത് ചിക്കൻ മസാല ഒന്നും ഇല്ലേ ഇനി, അപ്പോൾ ഞാൻ ഇല്ലതാണ്ട് ഇട്ട് കണ്ടോടെ ഒപ്പിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്താട്ടി വല്ലുള്ളിയും എണ്ണ ചൂടായിട്ട് വല്ലുള്ളി ഇട്ടിട്ട് നല്ലോണം വാട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒരു മുട്ടയും പാടെ പാർന്നു. ഇങ്ങിട്ട് നല്ലോണം ഒന്ന് നമുക്ക് എന്താട്ടാ ഒന്ന് കുത്തിച്ചനക്കി എടുത്തിട്ട് നല്ലോണം ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. പിന്നെ അതിക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് വെച്ചെടുത്താണ്ടല്ലോ നമ്മളെ മക്കൾ ഏത് മക്കളും അപ്പവും തിന്നും ചപ്പാത്തിയും തിന്നും ഏക്കും പറ്റൂട്ടോ. ഇത് മക്കൾക്ക് നല്ല ഇഷ്ടേക്കാരം. അപ്പം ഗ്രീൻ പീസ് ഒന്നും തിന്നാത്ത മക്കളുണ്ട് വെച്ചെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടി, നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതന്നെ മതിയിട്ട് അവർക്ക് സ്കൂൾക്കൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നൂട്ടിക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ, ഒക്കെ മദ്രസക്ക് പോകാൻ. അങ്ങനെ ഒക്കെ ചായയൊക്കെ കൊടുത്തിട്ട് ഓളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മൾ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ മുറ്റത്ത് കുറച്ച് പുല്ല് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നുള്ളി പറിച്ചിട്ട് അവർ പയർ കണ്ടിട്ടോ, ആ പയറും കൂടി ഒന്ന് പറിച്ചെടുത്തിട്ട് അവിടെ വെച്ചു. ഇനി അതവിടെ വെച്ചാൽ ചിലപ്പോൾ മൂത്ത് പോകും. അപ്പം അങ്ങനെ നമ്മളിതാക്കണം നോക്കുമ്പോൾ നമ്മളെ വൈതലങ്ങൻ്റെ തജ്ജ് കണ്ട് പറ്റ തൂങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ എന്താട്ടി അതൊരു കോല് വെച്ചിട്ട് ഞാനത് കുത്തി ചാരി വെച്ചിക്കണേ. അപ്പോൾ അതൊന്ന് റെഡിക്ക് നിന്നിക്കണം കേട്ടോ, അതിമൊരു കായുണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ എന്താട്ടി മിറ്റടിച്ചെല്ലൊക്കെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളും ചായ അടിച്ചാണ് കേട്ടോ. അപ്പം പൗതി തിന്നാരാണ് പഠിച്ചോനെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ. അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് സെറ്റാക്കി. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ചോറ്റക്ക് സ്കൂൾ കൊണ്ടാകാനും അവർക്ക് ഇതേ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് രണ്ടാക്കും ഞാൻ രാവിലെ കൂട്ടീൻ്റെ ബാക്കിയുണ്ടല്ലോ, ഇനിയിപ്പോൾ അത് ഇവിടെ വെക്കണ്ട. അപ്പോൾ അങ്ങനെ അത് രണ്ടാക്കും പാത്രത്തിലാക്കി. അപ്പോൾ നമ്മളെ മുന്നോട്ട് ഇറങ്ങുമ്പോൾ ചേച്ചി വൈകുന്നേരത്തിനും അത് മതിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കൊരു തുള്ളി ഞാൻ വൈകുന്നേരത്തിനും അവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ചോറ്റക്ക്. അങ്ങനെ ഒലിക്ക് കൊണ്ടുപോകാനുള്ള പാത്രവും വെള്ളവും പിന്നെ ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് അയില ബാക്കിയുണ്ട് കേട്ടോ, ആ അയിലയും കൂടി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് വറ്റിച്ചാണ് കേട്ടോ, കുറച്ച് പൊരിച്ചും ചേച്ചാൽ കുറച്ച് വറ്റിച്ചും ചേച്ചാൽ ഇനി പതിനായിരം ഒരു പൊടിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പാടെ ഒന്ന് നന്നാക്കിയിട്ടാണ് വറ്റിച്ചേക്കാണ് കേട്ടോ. അങ്ങനെ അതാക്കണേ കൊടുമ്പുളി വെള്ളത്തിലിടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടുവെച്ചാൽ വേഗം പുളി ഇറങ്ങും കേട്ടോ. അത് നമുക്ക് നമ്മളെ നാത്തൂൻ താത്ത പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ കാട്ടിയാൽ മതി എന്നുള്ളത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം പറന്ന് പിന്നെ വേഗം നമ്മൾ അകടിച്ചോരി തുടക്കുകയാണ് കേട്ടോ. ഈ അകടിച്ചോരിലും തുടക്കലൊക്കെ പിന്നെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടില്ല പണികളാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണം കേട്ടോ.
അപ്പം ഞാൻ ഇങ്ങനെ തരികയാണ് നമ്മളെ പൂച്ചക്കുട്ടികളാട്ടോ, ഒറ്റൊന്നിനും കാണാനില്ല. അപ്പം ഞാൻ ഇങ്ങനെ തരികയാണ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ. മീനിൻ്റെ മണം കേട്ടാൽ വരേണ്ടതാണ് ഓല്. ഞാനാ തരും അടി അടിയാണ്. പരക്കാൻ തന്നില്ല പൂച്ച. അതിന് കൊടുക്ക്, ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നാൻ നിൽക്കല്ലേ. വേണാണെങ്കിൽ തിന്നാ, അല്ലെങ്കിൽ ഒക്കെ കൊടുത്തു. അപ്പോൾ ഓല് രണ്ടാളും ഏട്ടത്തി അനുസത്തിയാണ് കേട്ടോ. ഏട്ടത്തി കരുന്ന് ഉണച്ചിയാണ് ഇട്ട് കൊടുക്കണ മുഴുവനോനും ഏട്ടത്തിയാണ് തിന്നുക, അനുസത്തി കൊടുക്കാതെ. അപ്പോൾ ഞാൻ അങ്ങനെ പറയേനി, മാണെങ്കിൽ തിന്നോ അല്ലെങ്കിൽ ഒക്കെ ഓള് തിന്നൊക്കെ. കരുന്നുണച്ചിയാണ്, അനുസത്തി കൊടുക്കാതെ അങ്ങനെ ഒറ്റക്ക് അങ്ങനെ തിന്നോളൂ. അപ്പോൾ ഏതായാലും രണ്ടാൾക്കും നുള്ളി ഒരു വെച്ചാണ് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പളൊക്കെ ഇട്ട് കൊടുത്തിക്കാണ്ട് ചെറിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വലിയോള് വന്ന് കാണ്ടാണ് തിന്നുകയാണ്. പിന്നെ ഏതായാലും രണ്ടാൾക്കും ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിക്കാണ്ട് ഏതായാലും രണ്ടാളെയും പള്ളയൊക്കെ നിറഞ്ഞ് ഓൽക്കും സന്തോഷം, ഞമ്മക്കും സന്തോഷം കേട്ടോ. മുണ്ടാപ്രാണികളാണെങ്കിലും ഓല പള്ളറക്കുമ്പോഴും ഞമ്മക്കൊരു സമാധാനം ഒക്കെയാണല്ലോ. പൈപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ, മനുഷ്യന്മാർക്ക് മാത്രമൊന്നല്ല പൈപ്പ്, എല്ലാ ജന്തുക്കൾക്കും ഉണ്ട് പൈപ്പ്. അപ്പം ഒരു നേരത്തെ പൈപ്പ് ഇത് മാറ്റിയപ്പോൾ ഞമ്മക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമായിട്ടാണ്. അങ്ങനെ മീനൊക്കെ നന്നാക്കി കേകി കൊടുക്കണം. അപ്പം മീൻ വരിഞ്ഞിട്ടില്ല, അപ്പം ഇനി നമുക്ക് മീൻ വരിയണം. അപ്പോൾ വലിയത് നോക്കിയിട്ട് പൊരിച്ചും ചേച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഒന്നെടുത്തിട്ട് വറ്റിച്ചും ചേച്ചാൽ. അപ്പം 2 ദിവസത്തിന് കൂട്ടാനായിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഒരു 10-20 മീനായിട്ട് ഇപ്പം ഇനി ഒരു ഫ്രിഡ്ജ് ഓണാക്കാനാവില്ല എന്ന് കരുതി വറ്റിച്ചാണ് വെച്ചാൽ പിന്നെ അത് അവിടെ ഉണ്ടായിക്കോളല്ലോ, കേടൊന്നും വരില്ലല്ലോ. അങ്ങനെ ഇതാക്കണേ ഒരു 5-6 മീൻ പൊരിച്ചാൽ വേണ്ടി എടുത്തുക്കണം കേട്ടോ. പൊരിച്ചത് നമ്മളെ സനുവിനും മീനൂട്ടിക്കാണ് കേട്ടോ, ഓൽക്ക് വറ്റിച്ചേ പറ്റൂല. അപ്പോൾ അത് ഇതാക്കണേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു പൊടിയോളം വെള്ളവും പാർന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തലയും പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അയിലത്തല നല്ല രസമാണ് കേട്ടോ പൊരിച്ചാൽ. അപ്പോൾ നമ്മളെന്താട്ടി തലയും കൂട്ടിയിട്ടാണ് നമ്മൾ പൊരിച്ചണത്. അപ്പോൾ ചാറല്ല മീൻ വറ്റിച്ചാനും വേണ്ടി കുറച്ച് കരിയേപ്പിൻ്റെ ഇല ചട്ടിയിലിട്ട് കൊടുത്തിക്കണേ. പിന്നെ തക്കാളി, ഇതൊക്കെ വല്ലുള്ളിയൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ തൂമിച്ചേ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പാടിട്ടിട്ട് കജ്ജോണ്ടാണ് കുഴച്ചിട്ട് കുറച്ച് നമ്മളെ കൊടുമ്പുളി വെള്ളത്തിട്ടിക്കണല്ലോ അതും പാർന്ന് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ഒക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ടെടുത്തിട്ട് ആണ് വറ്റിച്ച. ഇന്നിപ്പം ഈ ഒരു വറ്റിച്ചൽ മാത്രം കേട്ടോ. പിന്നെ അതും തൊട്ട് കൂട്ടിക്കാണ്ട് നമുക്കൊന്ന് ചോറ് വെച്ചാം. കാരണം കുറേ ചാറൊന്നും ഉണ്ടാക്കിയിട്ട് ബഡ് ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി തുള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ കജ്ജോണ്ട് ഇതാക്കണേ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ അരക്കണ്ട, ഇങ്ങനെ കജ്ജോണ്ട് നല്ലോണം അങ്ങോട്ട് നൗണ്ടിയിട്ട് ആ തക്കാളിയൊക്കെ ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ഉടഞ്ഞിങ്ങോട്ട് വരണം. ഇഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കാട്ടണുണ്ടല്ലേ അതേപോലെ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കൊടുമ്പുളി ഉണ്ടല്ലോ അതും പാടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് നമ്മളേക്ക് ഇട്ടിക്കണേ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിനി. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചട്ടി വെച്ചിക്കണേ. ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെട്ടോ. അപ്പോൾ തിജ്ജ് നോക്കുമ്പോൾ ആകെ കെട്ടറിയിക്കണേ. ഇനിയിപ്പോൾ അത് തിജ്ജ് കത്തിച്ചാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ വെക്കണത്. പിന്നെ അതാക്കണേ കുറച്ചുകൂടി ചക്കക്കൂട്ടാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ചക്കക്കൂട്ടാൻ വെച്ചപ്പോൾ കമൻറ്റിലുണ്ടായി നിങ്ങളെ ചക്ക കഴിഞ്ഞില്ലേ. നമ്മളവിടെ എന്താണെന്ന് അറിയാം, ചക്ക കഴിഞ്ഞിട്ടില്ല. ചക്ക പൊട്ടാൻ നേരം വൈകിയാൽ കജ്ജാലും നേരം വെക്കും കേട്ടോ. അപ്പോൾ ചിലയിടത്തൊക്കെ എല്ലായിടത്തും ചക്ക ആയി കഴിഞ്ഞിട്ട് ഈ കാര്യം ചിലയിടത്ത് പൊട്ടുക. അവിടെയാണ് എപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ചക്ക പൊട്ടാൻ നേരം വൈകി, അതുകൊണ്ട് ചക്ക കജ്ജാനും നേരം വൈകിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നോണ വരുന്നുണ്ടല്ലേ ചക്ക കണ്ടിട്ട്. അപ്പോൾ ഇനി സാരല്ല എന്തപ്പോൾ കാട്ടണത്, ഞാനാണ് നിങ്ങൾ ഒരിക്കും, ഞാനാണ് തിന്നോണ്ട്. മീൻ നമ്മളെ മസാലയൊക്കെ കുറുകി വന്നപ്പോൾ നമ്മൾ അയില മീൻ ഇതാക്കണേ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നല്ലോണം വെന്തിക്കണം കേട്ടോ.
നമ്മളെ ഈ മീൻ വെന്തിക്കണമെന്ന് എങ്ങനെയാണെന്ന് അറിയാം. നമ്മളെ ഈ മീനിൻ്റെ തലൻ്റെ അവിടെ നമ്മളെ കണ്ണുണ്ടല്ലോ മീൻ തല, അത് തെളിഞ്ഞ് വരും. അതുകൂടെ അമ്മ പറഞ്ഞു തന്നാണ് കേട്ടോ. മീൻ തല വെന്തിക്കണമെന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ മീനിൻ്റെ കണ്ണിങ്ങോട്ട് തെളിഞ്ഞിങ്ങോട്ട് പുറത്ത് കണ്ട് വരും. അപ്പോൾ നമ്മൾ മീൻ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണം കുറച്ച് നല്ലോണം പറ്റി വന്നപ്പോൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും ആക്കിയിട്ട് സെറ്റാക്കി എടുത്ത്. അപ്പോൾ ചോറും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചോറ് തിന്നണില്ല, ഒരു തുള്ളി കഞ്ഞി കുടിച്ചാൽ ഗതിക്കണേ. ഈ ചക്കക്കൂട്ടാനും പിന്നെ നമ്മളെ അയില വറ്റിച്ചുകൊണ്ടല്ലോ ഇന്ന് അതാണ് കേട്ടോ തിന്നണത്. അപ്പോൾ ഇതാണ് മക്കളെ നല്ല അടിപൊളിയായിട്ടില്ല അയില മീൻ വറ്റിച്ചതും നല്ല ചക്കക്കൂട്ടാനും. അപ്പോൾ ഇന്നാൾ ചക്കക്കൂട്ടാൻ വെച്ചപ്പോൾ മീൻ ചാറ് വെച്ചിട്ടില്ല, ഇനി അന്ന് പൊരിച്ചിക്കേനി. ഇന്നിപ്പോൾ നമ്മൾ അത് കണക്കാക്കിയിട്ടാണ് വറ്റിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തിന്ന് നോക്കാം. നല്ല അടിപൊളി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉലുവയും കടുകൊന്നും പൊട്ടിച്ചണ്ട, ഇങ്ങനെയാണ് വെച്ചാൽ മതി, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്കൊന്ന് തിന്ന് നോക്കാം. നല്ല രസം ഉണ്ടായിന് കേട്ടോ. നിങ്ങളാരും കൊതി കൂടണ്ട കേട്ടോ. നിങ്ങൾ ഒരിക്കൽ ഞാൻ തിന്നിക്കണേ പള്ളർച്ച് അതിൻ്റെ അപ്പുറം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണമെന്നൊന്നും നമുക്ക് പറയാൻ മുടിയാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറച്ച് ചളിത്തമാസയൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. അത് നമ്മളെ കൂടപ്പിറപ്പാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു പൊറുതിയേടാണ്, അത് കേട്ടിട്ടില്ലെങ്കിൽ ചിലവർക്കൊരു പൊറുതിയേടാണ്. അപ്പോൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.